കണ്ണിമീൻ കറി അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പുഴയിൽ നിന്ന് കിട്ടുന്ന മീനാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ന് കണ്ണിമീൻ കറി വെക്കാൻ പോവാണേ. കണ്ണിമീൻ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ഉലുവായിട്ട് പൊട്ടിയതിന് ശേഷമാണ് അതൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, സിമ്മിൽ വെച്ചിട്ട് ചെയ്യണേ. സിമ്മിൽ വെച്ചിട്ട് അതിനുശേഷം മുളക് പൊടി, രണ്ട് സ്പൂൺ മതിയേ. കോരി ഇപ്പം 2 സ്പൂണേ ഉള്ളേ. 2 സ്പൂണ് അത് മതി, അത്രയും മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഒരു 4 കഷ്ണം മതിയാവും. ചെറിയ പുളിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും മതിയാവും. അത് വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഉള്ളി വഴരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണിമീനാണ് കണ്ടോ. നമുക്കിനി ഈ കണ്ണിമീൻ ഇട്ട് കൊടുക്കാം അതിലേക്ക്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ണിമീന്, കണ്ണീൻ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പറയണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മൾ ആദ്യം തന്നെ മീനിട്ട് കൊടുക്കുന്നത് ചാറ് കറക്റ്റാണോന്ന് അറിയാൻ വേണ്ടി കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലും ചാറ് കൃത്യമായിട്ട് വറ്റി വരുമ്പോഴേക്കും ചാറ് കുറവാണെങ്കിൽ പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ കറി കറക്റ്റായിട്ട് ചാറും എല്ലാം കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ആദ്യം മീൻ ഇട്ട് കൊടുത്തിട്ട് കറി ശരിയാക്കി എടുക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് മീനിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങും. ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാറ് കറക്റ്റാണോ എന്ന് നോക്കാം. നിങ്ങൾ നോക്കി, ചാറൊക്കെ കറക്റ്റാണ്, കുഴപ്പമില്ല. പറ്റി വരുമ്പോഴേക്കും ചാറ് കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. നമുക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വറ്റി വരുമ്പോഴേക്കും ചാറ് കറക്റ്റായിരിക്കും. നമുക്കൊന്ന് പതിയെ സൈഡൊക്കെ ഒന്ന് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചാറൊക്കെ അല്ല. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സൈഡ് ചരിച്ചൊന്ന് മൂടി വയ്ക്കാം. ഇതാ നോക്കി, കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല കറക്റ്റ് ചാറ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആരും വിട്ടുപോകല്ലേ പ്ലീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.